ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോട്ട് ജോബ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ റിക്രൂട്ട്മെന്റ് ആണ്. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഓഫ് ദി നോട്ടിഫിക്കേഷൻ. ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോസ്റ്റുകളും ഏകദേശം 85,000 റുപ്പീസ് സാലറി ഉണ്ടായിരിക്കുന്നതാണ്. അതുകൂടാതെ ഒരുപാട് അലവൻസും ഇതിനോടൊപ്പം ലഭിക്കുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ റിക്രൂട്ട്മെന്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ ഓൺ റെഗുലർ ബേസിസ് 12/12/2024 വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പോസ്റ്റ് വൈസ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് മാനേജർ സിവിൽ, SC 6, ST 3, OBC 11, EWS 3, ജനറൽ 19, ടോട്ടൽ 42, ഹിയറിംഗ് ഇമ്പയർമെന്റ് 1, ലോക്കോമോട്ടർ ഡിസബിലിറ്റി 1. നെക്സ്റ്റ് വൺ അസിസ്റ്റന്റ് മാനേജർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ, SC 3, ST 1, OBC 6, EWS 2, ജനറൽ 13, ടോട്ടൽ 25. അതിൽ ഹിയറിംഗ് ഇമ്പയർമെന്റ് 1. ഈ രണ്ട് പോസ്റ്റുകൾക്കും ഏജ് ലിമിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് 21 to 30 ആണ്. ഏജ് റിലാക്സേഷൻ കൂടി ഉണ്ടാവും. അസിസ്റ്റന്റ് മാനേജർ ഫയർ 16 SC, 7 ST, OBC 26, EWS 10, ജനറൽ 42, 101, ടോട്ടൽ. ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുള്ളത് 21 to 40 ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ ഈച്ച് പോസ്റ്റ് ഫസ്റ്റ് വൺ സിവിൽ എഞ്ചിനീയർ, ക്വാളിഫിക്കേഷൻ ആയിട്ട് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയർ വിത്ത് 60% മാർക്ക്. എസെൻഷ്യൽ എക്സ്പീരിയൻസ് ആയിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ കൺസ്ട്രക്ഷൻ, മെയിൻ്റനൻസ്, മൾട്ടി സ്റ്റോറി, കൊമേഴ്ഷ്യൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ, റെസിഡൻഷ്യൽ, RCC ഫ്രെയിംഡ് കൺസ്ട്രക്ഷൻ, ഇതൊക്കെയാണ് എസെൻഷ്യൽ എക്സ്പീരിയൻസ്. സെക്കൻഡ് വൺ അസിസ്റ്റന്റ് മാനേജർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, 60% മാർക്കാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. Experience in installation and handling and also maintenance of all electrical equipments. Third one assistant manager fire, BE fire, BTech safety and fire engineering, BE BTech fire technology, equivalent 4-year degree in safety, fire safety, or graduate of institution of fire engineer or divisional officer course. Essential qualification ആയിട്ട് BE fire ആണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസും, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫയർ എഞ്ചിനീയേഴ്സ് ഓർ ഡിവിഷണൽ ഓഫീസർ കോഴ്സ് ആണെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. Candidates should have good knowledge of fire prevention and protection systems such as hydrant system, fire detection system, sprinkler system. അടുത്തതായിട്ട് റെന്യൂമറേഷൻ ആണ്. അസിസ്റ്റന്റ് മാനേജർ എഞ്ചിനീയറിംഗ് സിവിൽ, എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ, എഞ്ചിനീയറിംഗ് ഫയർ. ഈ 3 പോസ്റ്റിന്റെയും ഗ്രേഡ് JMGS ആണ്. ബേസിക് പേ 48,480 ആണ്. ഏകദേശം 85,920 റുപ്പീസ് പെർ മന്ത് സാലറി ലഭിക്കുന്നതാണ്. അതോടൊപ്പം DA, HRA, CCA, PF, NPS ഒക്കെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത് 85,000. സെലക്ഷൻ പ്രോസസ് നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ എഞ്ചിനീയറിംഗ് സിവിൽ, എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഓൺലൈൻ റിട്ടൺ ടെസ്റ്റും ഇന്ററാക്ഷൻ ഉണ്ടാവും. എഞ്ചിനീയറിംഗ് ഫയർ ഷോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് ഇന്ററാക്ഷനും ആയിരിക്കും ഉണ്ടാവുക. അടുത്തതായിട്ട് ഒരു പാര കൊടുത്തിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചുള്ള ഒരു പാരയാണ് കൊടുത്തിട്ടുള്ളത്. January 2025 ആണ് ടെൻഡേറ്റീവ് ഡേറ്റ് ഓഫ് റിട്ടൺ എക്സാമിനേഷൻ. റിട്ടൺ എക്സാമിനേഷന്റെ ഇന്റിമേഷൻ മെസ്സേജ് ആയിട്ടും ഇമെയിൽ ആയിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID കൊടുക്കുക. അത് ഫസ്റ്റ് റിട്ടൺ എക്സാമിനേഷന്റെ സെന്റർ ആയിട്ട് തിരുവനന്തപുരം മാത്രമേ കേരളത്തിലുള്ളൂ. ഒരു സെന്ററേ ഉള്ളൂ കേരളത്തിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പാറ്റേൺ ഓഫ് ഓൺലൈൻ റിട്ടൺ എക്സാമിനേഷൻ: ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ടെസ്റ്റ് ഓഫ് റീസണിംഗ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്. ഈ 3 കൂടി 90 മിനിറ്റ്സ് ആണ്. പ്രൊഫഷണൽ നോളജ് സിവിൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഏതാണ് ഫീൽഡ് അത് 50 ക്വസ്റ്റ്യൻ 100 മാർക്ക് 45 മിനിറ്റ്സ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എക്സാമിനേഷൻ ക്വാളിഫയിങ് നേച്ചറാണ്. അപ്പോൾ മാർക്ക് മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതല്ല. നോ നെഗറ്റീവ് മാർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എക്സാമിനേഷന്. ഇന്ററാക്ഷന് 25 മാർക്ക് ഉണ്ട്. അപ്പോൾ വെയിറ്റേജ് ആയിട്ട് റിട്ടൺ എക്സാമിനേഷൻ 70% ആൻഡ് ഇന്റർവ്യൂ 30%. അതായത് മെറിറ്റ് ലിസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 100 മാർക്കിലുള്ള പ്രൊഫഷണൽ നോളജ് ടെസ്റ്റ് ആണ് 70 വെയിറ്റേജിൽ കണക്കാക്കുന്നത്. ഇന്റർവ്യൂ വിൽ ബി 30%. അടുത്തതായിട്ട് അസിസ്റ്റന്റ് മാനേജർ ഫയർ സീരിയൽ നമ്പർ 3 പോസ്റ്റാണ്. ഷോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് ഇന്ററാക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അതിന് ഇന്ററാക്ഷന് 100 മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫയിങ് മാർക്ക് ഇൻ ഇന്ററാക്ഷൻ വിൽ ബി ഡിസൈഡ് ബൈ ബാങ്ക്. Merit list for selection will be prepared in descending order on the basis of score obtained in the interaction. വെയിറ്റിംഗ് ലിസ്റ്റ് കാൻഡിഡേറ്റ്സിന് 1 വർഷത്തെ കാലാവധി ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഗൈഡ് ലൈൻസിൽ കൊടുത്തിട്ടുണ്ട് 750 ഫോർ EWS ജനറൽ OBC കാറ്റഗറി. SC ST PWD കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൗ ടു അപ്ലൈ അതിന്റെ ഒരു പ്രൊസീജിയറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ നമ്മുടെ ഡിസ്ക്രിപ്ഷന്റെ താഴെ തന്നെ ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.